ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള ബന്ധം ഇടയ്ക്ക് ആടിയുലഞ്ഞിരുന്നു. മാലിദ്വീപിന്റെ പ്രസിഡന്റായി മുഹമ്മദ് മുയിസു അധികാരമേറ്റതോടെയാണ് ബന്ധം ഉലഞ്ഞത്. തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ ചൈനയോടുള്ള തന്റെ ആഭിമുഖ്യവും ഇന്ത്യയോടുള്ള എതിർപ്പും മുയിസു പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം മുയിസു ആദ്യം സന്ദർശിച്ച രാജ്യവും ചൈനയാണ്. എന്നാൽ ഈ ബന്ധം അധികം നീണ്ടുപോയില്ല. ചൈനയുടെ ഭാഗത്തുനിന്നുണ്ടായ അപ്രതീക്ഷിത തിരിച്ചടി മുയിസുവിനെ മാറി ചിന്തിപ്പിച്ചു. മാത്രമല്ല, ഇന്ത്യയുമായി വീണ്ടും അടുക്കുകയും ചെയ്തു. നിലവിൽ ഇന്ത്യയും മാലിദ്വീപും നല്ല ബന്ധം സൂക്ഷിക്കുന്നുണ്ട്. അതിനിടെയാണ് മറ്റൊരു വാർത്ത വരുന്നത്. മുയിസുവിനെ അട്ടിമറിക്കാൻ ഇന്ത്യ ശ്രമം നടത്തിയെന്നാണ് റിപ്പോർട്ട്. വാഷിംഗ്ടൺ പോസ്റ്റാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഭരണകക്ഷി എംപിമാരുടെ സീറ്റുമാറ്റത്തിന് കോഴ നൽകാൻ ശ്രമിച്ചെന്നാണ് ആക്ഷേപം. രഹസ്യനീക്കത്തെ മുയിസു തിരിച്ചറിയുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്തതായും വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ജനുവരിയിൽ ഇന്ത്യയുടെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ ഒരു ഏജന്റ് മാലിദ്വീപിലെ പ്രതിപക്ഷ നേതാക്കളെ ബന്ധപ്പെടുകയും തുടർന്ന് പ്രതിപക്ഷമായ മാലിദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങൾ പ്രസിഡന്റിനെ പുറത്താക്കാൻ ഇന്ത്യയോട് $6 മില്യൺ ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു. വാഷിംഗ്ടൺ പോസ്റ്റ് നേടിയ ഡെമോക്രാറ്റിക് റിന്യൂവൽ ഇനിഷ്യേറ്റീവ് എന്ന തലക്കെട്ടിലുള്ള ഒരു രഹസ്യരേഖയിലാണ് മാലിദ്വീപിലെ പ്രതിപക്ഷ രാഷ്ട്രീയക്കാർ മുയിസുവിന്റെ പാർട്ടിയായ പീപ്പിൾസ് നാഷണൽ കോൺഗ്രസിലെ ഉൾപ്പെടെ 40 പാർലമെന്റ് അംഗങ്ങൾക്ക് കൈക്കൂലി നൽകാൻ നിർദ്ദേശിച്ചതായുള്ള വിവരങ്ങളുള്ളതെന്ന് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. വാഷിംഗ്ടൺ DC-യിലെ ഇന്ത്യൻ എംബസിയുടെ മുതിർന്ന റോ ഓഫീസറും മുൻ ഇന്ത്യൻ പോലീസ് സർവീസ് ഓഫീസറുമായ ശിരീഷ് തൊറാട്ടും മുൻ BJP വക്താവും മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയക്കാരനുമായ സാവിയോ റോഡ്രിഗസും 2 ഇടനിലക്കാരും ഇതിനുവേണ്ടിയുള്ള സാധ്യതകൾ അന്വേഷിച്ചതായും റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നുണ്ട്. മുയിസുവിനെ അട്ടിമറിക്കുന്നതിനായുള്ള പദ്ധതി നിലവിലുണ്ടെന്ന് തോറാറ്റും റോഡ്രിഗസും ദി വാഷിംഗ്ടൺ പോസ്റ്റിനോട് സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നാൽ അവർ ഇന്ത്യൻ സർക്കാരിന് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നതെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. മാത്രമല്ല, ഈ റിപ്പോർട്ടിൽ ഇന്ത്യ ഇതുവരെയും വിശദീകരണം നൽകിയിട്ടുമില്ല. 2023 സെപ്റ്റംബറിലായിരുന്നു മുയിസു മാലിദ്വീപിന്റെ പ്രസിഡന്റായി അധികാരത്തിൽ വന്നത്. ഇന്ത്യ ഔട്ട് കമ്പനിയുമായാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. തുടക്കത്തിൽ ഇന്ത്യാവിരുദ്ധ നിലപാടുകളായിരുന്നു അദ്ദേഹത്തിൻ്റെതെങ്കിലും പിന്നീട് ഇന്ത്യയുമായി സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു. സാധാരണഗതിയിൽ മാലിദ്വീപ് പ്രസിഡന്റിന്റെ ആദ്യ വിദേശ സന്ദർശനം ഇന്ത്യയിലേക്കായിരുന്നു. എന്നാൽ മുയിസു ഇന്ത്യ സന്ദർശനം ഒഴിവാക്കി പകരം ജനുവരിയിൽ തുർക്കിയിലേക്കും പിന്നീട് ചൈനയിലേക്കും പോയി. കൂടാതെ അദ്ദേഹത്തിന്റെ 3 ഉപമന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമൂഹമാധ്യമങ്ങളിലൂടെ വിമർശിക്കുകയും ഇതിനെ തുടർന്ന് മാലിയും ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ കലുഷിതമാക്കുകയും ചെയ്തു. 2018-നും 2023-നുമിടയിൽ മാലിദ്വീപിൽ അധികാരത്തിലിരുന്ന MDP ഇന്ത്യയെ സൗഹൃദ രാജ്യമായി കണക്കാക്കിയിരുന്നു. അതേസമയം മുയിസു ചൈനയോട് കൂടുതൽ ചായ്വും കാണിച്ചു. കഴിഞ്ഞ ഒക്ടോബറിൽ അദ്ദേഹം ന്യൂഡൽഹി സന്ദർശിച്ച് ദ്വീപ് രാഷ്ട്രത്തിന്റെ ദുർബലമായ സമ്പദ്വ്യവസ്ഥയെ സഹായിക്കുന്നതിന് കറൻസി കൈമാറ്റ കരാറിൽ ഒപ്പുവച്ചിരുന്നു. തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ടു.